ശരിക്കും ഈ സാമൂഹ്യ സേവനത്തിൽ നിന്ന് വിരമിച്ചു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നിരന്തരമായി വീഡിയോകൾ പ്രത്യക്ഷപ്പെടുക, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ചിലയിടങ്ങളിലൊക്കെ ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ പോലും വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തി മുന്നോട്ട് പോവുക. ഇതൊരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയായിട്ട്, അതായത് സോഷ്യൽ മീഡിയ കൃത്യമായി വിനിയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൈത്രേൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഒരു പ്ലാനും ചെയ്യാതാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഞാൻ എഴുതുകയും പടം ഇടുകയൊക്കെ ചെയ്യും, അവിടെ ഒരു ഡയലോഗ് നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിനകത്ത് ഒരു ഇൻ്റർവ്യൂ വന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ എനിക്കും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് കപ്പ ടി വിക്കകത്ത് ഇൻ്റർവ്യൂ ഹാപ്പിനെസ് പ്രോജക്റ്റിനകത്ത് വരുന്നത്. ധന്യവർമ്മയുടെ ഒരു രീതി കൊണ്ട് എനിക്ക് അന്ന് പറയാൻ തോന്നിയതും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അത് ഇതുപോലെ ഒരു സിനിമയുടെ ലോകത്തായിരുന്നു അത്. സിനിമാക്കാരായിരിക്കുന്ന ആൾക്കാരായിരുന്നു അതിനകത്ത് കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അത് ആളുകൾ പറയുന്ന വൈറലോ ക്ലിക്കായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കൊണ്ട് വേറെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരിക എന്ന് പറയുന്നത് 1-2 അങ്ങനെ സംഭവിച്ചു. ഈ സമയത്താണ് ശബരിമല ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വി ദ പീപ്പിൾ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നമ്മളുണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഞാനതിനകത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് ഒരു സജഷൻ, നമുക്ക് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി നമുക്കിങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്, വേറെ ഒരു തരത്തിലും ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ആ സുഹൃത്തുക്കളായിരുന്നവർ ചെയ്തൊരു പണിയാണ് എന്നെ ആ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി. അപ്പം ഞാനത് വളരെ റെസിസ്റ്റ് ചെയ്തിരുന്നൊരു സാധനമാണ്. ഞാനങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ 2ാം തരം പൗരനും 3ാം തരം പൗരനൊക്കെ ആയിട്ടിരുന്നോളാം, അങ്ങനെയായിരുന്നു. യൗവനമുള്ളവർ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സപ്പോർട്ടീവ് റോളിനകത്ത് നിന്നാൽ മതി എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന കാലവും അതിപ്പോഴും ആ ലെവലിൽ അതിനകത്ത് അങ്ങനെ തന്നെയാണ്. അത് ചെയ്തോടെ ഞാൻ ഈ തിരിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ വന്നു എന്ന് ആളുകൾ തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ടായി. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ബിജു മോഹനാണ് ഞാൻ ആ മൂവ്മെൻറ്റിനകത്ത്. അപ്പോൾ അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു 3 ദിവസം ഞാൻ നിരാഹാരം, അത് ഞാൻ ആർക്കും എതിരെയോ സെക്രട്ടേറിയറ്റിനെതിരെയോ ഒന്നുമല്ല, ആളുകളെ കാത്തു കിടക്കുന്നത് നിരാഹാരം ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്.